ഇനി നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാം തന്നെയാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിക് കോഡും സിക് ബാർ എക്സി കോഡും ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഇസ് ഈക്വൽ ടു 4 × ബീറ്റ മൈനസ് 9 അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ എന്താണ്? ആൽഫയാണ്. സോ ബീറ്റയ്ക്ക് നമുക്കൊരു വാല്യൂ റാൻഡമായിട്ട് അസൈൻ ചെയ്യാം. എന്നിട്ട് വി ആർ ഗോയിങ് ടു പെർഫോം ദിസ് 4 × ബീറ്റ മൈനസ് 9 ഓപ്പറേഷൻ ഓവർ ദ വാല്യൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സിക് കോഡ് നോക്കാം. സിക്കിൽ നമുക്കൊരു പ്രോഗ്രാമിന് ഒരു ലേബൽ കൊടുത്തു, സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്കിവിടെ ശരിക്കും നമ്മുടെ കയ്യിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × ബീറ്റ മൈനസ് 9 ആണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബീറ്റയുടെ വാല്യൂവിനെ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ ബീറ്റയുടെ വാല്യൂവിനെ നമുക്ക് ഈ രണ്ടുമാണ് നമ്മുടെ ഓപ്പറാൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? 4 × ബീറ്റ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡേറ്റ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? അക്യുമുലേറ്ററിലേക്ക് എത്തിക്കണം. കാര്യം അക്യുമുലേറ്റർ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിക്കിൽ എല്ലാ ഓപ്പറേഷൻസും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ നമ്മൾ ബീറ്റയുടെ വാല്യൂവിനെ എടുത്ത് എന്ത് ചെയ്തു? അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുവച്ചു. ദാറ്റ് ഈസ് ലോഡ് അക്യുമുലേറ്റർ വിത്ത് വാല്യൂ ബീറ്റ ആണല്ലോ. എന്നിട്ട് നമുക്ക് എന്ത് വേണം? 4 എന്നൊരു വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യണം? ബീറ്റ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം സിക്കിൽ എന്തില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വാല്യൂവിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂവിനെ നമ്മളൊരു മെമ്മറി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിനെ നമ്മുടെ ഓപ്പറേഷനിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്ന വേരിയബിളിൻ്റെ പേരാണ് 4. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 4 എന്നുള്ള വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ എന്താണ്? 4 എന്നുള്ള നമ്പർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അക്യുമുലേറ്ററിൻ്റെ വാല്യൂവും ഈ 4 എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ എന്താണ്? MUL കൊടുത്തു. എന്തൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 4. ഓക്കെ, സോ 4 ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? മൾട്ടിപ്ലൈ ദ കണ്ടന്റ് ഇൻ അക്യുമുലേറ്റർ വിത്ത് ദ വാല്യൂ ഇൻ 4. എന്നിട്ട് അതിനെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? എയിലേക്ക് സ്റ്റോർ ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ദ വാല്യൂ, അതായത് 4 × ബീറ്റയുടെ വാല്യൂ ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ട്? അക്യുമുലേറ്ററിൽ ഇരിപ്പുണ്ട് ആണല്ലോ. സോ നമ്മുടെ ആൻസർ ആയോ? ഇവിടെ ഇല്ല. ആൻസർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? -9 കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അക്യുമുലേറ്ററിൽ ഇരിക്കുന്ന വാല്യൂവിൽ നമുക്ക് എന്ത് ചെയ്യണം? 9 മൈനസ് ചെയ്യണം. അപ്പോൾ 9 നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല സിക്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 9 നമുക്കൊരു വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. സോ അതിനുവേണ്ടി യൂസ് ചെയ്തേക്കുന്ന വേരിയബിളിൻ്റെ പേരാണ് NINE. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻറ്റീജർ ആണ്, അല്ലെങ്കിൽ ഒരു വേർഡാണ്. അതിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 9 എന്നുള്ള വേരിയബിളാണ്, 9 എന്നുള്ള വാല്യൂ ആണ്. സോ അപ്പോൾ എന്ത് ചെയ്തു? 9 വേർഡ് 9 കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ 9 എന്നുള്ള വേരിയബിളിനകത്ത് എന്തിരിപ്പുണ്ട്? 9 എന്നുള്ള വാല്യൂ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ -9 നമുക്ക് ഇനി ചെയ്താൽ പോരെ. സോ മൈനസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഓപ്പറേഷൻ്റെ പേരെന്താണ്? സബ്ട്രാക്ഷൻ. SUB 9. അപ്പം SUB 9 എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റും എന്ത് ചെയ്യണം? 9ലെ കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് ആൻസർ എവിടെ സ്റ്റോർ ചെയ്യണം? അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യണം. സോ ദ വാല്യൂ ആൻസർ വിൽ ബി സ്റ്റോർഡ് ഇൻ ദിസ് അക്യുമുലേറ്റർ. സോ നമ്മുടെ ആൻസർ ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ട്? അക്യുമുലേറ്ററിനകത്താണ് ആൻസർ ഇരിക്കുന്നത്. നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ എന്നുള്ള വേരിയബിളിലേക്ക് വേണം എന്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്? അക്യുമുലേറ്ററിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആൽഫയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്? STA, സ്റ്റോർ ദ കണ്ടന്റ് ഇൻ അക്യുമുലേറ്റർ ടു ദ വേരിയബിൾ കോൾഡ് ആൽഫ. അപ്പോൾ നമുക്ക് 4 × ബീറ്റ ചെയ്തു, -9 ചെയ്തു, എന്നിട്ട് നമ്മൾ ആൻസർ ഇവിടെ സ്റ്റോർ ചെയ്തു, അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. കുഴപ്പമില്ലല്ലോ. അപ്പം ലോഡ് ചെയ്യണം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്തു. ആൻസർ അക്യുമുലേറ്റർ ഇരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ഷൻ നമുക്ക് ഡയറക്റ്റോടെ കൊടുക്കാൻ പറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? ആൻസർ നമ്മൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു? ആൽഫയിലേക്ക് സ്റ്റോർ ചെയ്തു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വേരിയബിൾസ് എന്തൊക്കെയാണ്? ആൽഫ ഉണ്ടായിരുന്നു, ബീറ്റ ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു, 9 ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആൽഫയാണ് നമ്മുടെ ആൻസർ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ. സോ നമുക്കൊരു നമ്പർ ആയിരിക്കും ആൽഫയിൽ വരിക. അതിൻ്റെ ടൈപ്പ് എന്താക്കി കൊടുത്തു? റിസർവ് വേർഡ് ആക്കി കൊടുത്തു. അതിൽ നമുക്ക് എത്ര സൈസ് വേണം? 1 മീൻസ് വാട്ട്? വി നീഡ് എ സിംഗിൾ ബ്ലോക്ക് ഓഫ് മെമ്മറി ഫോർ സ്റ്റോറിങ് ദിസ് ഡേറ്റ അല്ലേ. എന്നിട്ട് ബീറ്റ കൊടുത്തു. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻറ്റീജർ ആണ്. അതിൽ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്? 10 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാമേ. സോ ബീറ്റ വേർഡ് 10 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? 10 എന്നുള്ള വാല്യൂ ആണ് എവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്? ബീറ്റ എന്നുള്ള ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തേക്കുന്നത്. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 10 ആണെന്നേ ഉള്ളൂ. പക്ഷേ 4ലും 9ലും കറക്റ്റ് 4ഉം കറക്റ്റ് 9ഉം തന്നെ കൊടുക്കണം. റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്താണ്? 4 × ബീറ്റ -9 ആണ് ചെയ്യേണ്ടത്. സോ 4ഉം 9ഉം അങ്ങനെ തന്നെ നമുക്ക് കൊടുത്തേ പറ്റൂ ഈ രണ്ട് വേരിയബിൾസിലേക്കും, 4ലും 9ലും. ഓക്കെ അല്ലേ. എന്നിട്ട് പ്രോഗ്രാം എൻഡ് ചെയ്യുന്നു വിത്ത് അഡ്രസ് ലൊക്കേഷൻ 1000. ഓക്കെ, ഈ സെയിം പ്രോഗ്രാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സിക് ബാർ എക്സിയിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള രജിസ്റ്റർ ഓപ്പറേഷൻസ് എവിടെ പോസിബിൾ ആണ്? സിക് ബാർ എക്സിയിൽ പോസിബിൾ ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂസിന് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇമ്മീഡിയറ്റ് ഓപ്പറാൻസ്, നമുക്ക് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് കോഡ് നമുക്കിവിടെ പോസിബിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഗ്രാമിന് ഒരു പേര് കൊടുത്തു, സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമുക്കറിയാം ബീറ്റ എന്നുള്ളൊരു വാല്യൂ നമുക്ക് എവിടെ നിന്ന് എടുക്കാം? അക്യുമുലേറ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? S എന്നുള്ളൊരു വേരിയബിളിലേക്ക് എന്ത് ചെയ്തു? ആരെ ലോഡ് ചെയ്തു?
4ൻ്റെ വാല്യൂ ലോഡ് ചെയ്തു. സോ നമ്മുടെ രണ്ട് രജിസ്റ്റേഴ്സ് അക്യുമുലേറ്റർ രജിസ്റ്ററും എസ് രജിസ്റ്ററും ഇപ്പം ഫസ്റ്റ് രണ്ട് ഓപ്പറാൻസിനെ കൊണ്ട് ഫില്ലാണ്. നമുക്കിനി എന്ത് ചെയ്താൽ മതി, രജിസ്റ്റർ ഓപ്പറേഷൻ ചെയ്യാം. എന്ത് രജിസ്റ്റർ ഓപ്പറേഷൻ ചെയ്യാം, എസും എയും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ ആറ് പറഞ്ഞ മീനിങ് എന്താണ്, അതിൻ്റെ രജിസ്റ്റർ ബേസ്ഡ് മൾട്ടിപ്ലിക്കേഷൻ. സോ ആറ് എന്നുള്ള ഒരു വേർഡിൻ്റെ മീനിങ് എന്താണ്, വി ആർ മൾട്ടിപ്ലൈയിങ് രജിസ്റ്റേഴ്സ്. ഏതൊക്കെയാണ്, എസും എയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തു, എയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. സോ നമ്മുടെ ആൻസർ ഇപ്പോൾ എവിടെ കാണും, അക്യുമുലേറ്ററിൻ്റെ കയ്യിലുണ്ടായിരിക്കും ആൻസർ ആണല്ലോ. സോ ഈ ഓപ്പറേഷൻ്റെ ആൻസർ അക്യുമുലേറ്ററിൻ്റെ കയ്യിലിരിപ്പുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, SUB എന്നുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂവിനെ എവിടെ യൂസ് ചെയ്യാം, SIGBAR_XCയിൽ യൂസ് ചെയ്യാം. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, #9 കൊടുക്കുക. ഓക്കെ, സോ ഇപ്പോൾ ആൻസർ ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ട്, അക്യുമുലേറ്ററിലേക്ക് വന്നിട്ടുണ്ട്. സബ്ട്രാക്ട് ചെയ്തു, വാല്യൂ എവിടെ ഇരിപ്പുണ്ട്, അക്യുമുലേറ്ററിൽ ഇരിപ്പുണ്ട് അല്ലേ. സബിൻ്റെ ഓപ്പറേഷൻ അറിയാമല്ലോ. സോ സബ് എന്ന് പറഞ്ഞ് വെറുതെ കൊടുക്കുവാണെങ്കിൽ അക്യുമുലേറ്ററുള്ള വാല്യൂയും സെക്കൻഡ് ഓപ്പറാൻഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എവിടെ സ്റ്റോർ ആവും, അക്യുമുലേറ്ററിൽ സ്റ്റോർ ആവും ആണല്ലോ. ഇവിടുത്തെ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്, ആൽഫയിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് നമ്മൾ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു, ആൽഫയിലേക്ക് സ്റ്റോർ ചെയ്തു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്താണ്, ആൻസറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ വേണമായിരുന്നു, ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൽഫ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എന്താണ്, ഒരു അറയാണ്, ഒരു ഇൻറ്റീജർ അറയാണ് വിത്ത് ഹാവിങ് ദ സൈസ് ഓഫ് 1. എന്നിട്ട് നമുക്കൊരു ബീറ്റ എന്നൊരു വേരിയബിൾ വേണം ഫോർ സ്റ്റോറിങ് ദ ഡേറ്റ വാല്യൂ. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, 10 എന്നുള്ള വാല്യൂ ആണ്. ഇഷ്ടമുള്ള ഏത് വാല്യൂ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. സോ ഇവിടെ ബീറ്റ വേർഡ് 10 കൊടുത്തു. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ രണ്ട് വേരിയബിൾസിനെ വെച്ചുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, രജിസ്റ്റേഴ്സിനെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് SIGBAR_XCയിൽ ബെറ്ററായിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ന്യൂമറിക്കൽ വാല്യൂസ് വരുമ്പോൾ എങ്ങനെയാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ചെയ്തത് കേട്ടോ.